നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +1 ഫിസിക്സ് അടിപൊളിയാണ്. 15 ചാപ്റ്ററോളം പഠിക്കാനുണ്ട്. എല്ലാ ചാപ്റ്ററും അത്യാവശ്യം ഈക്വൽ വെയിറ്റേജിൽ പോകുന്നതാണ് +1 ഫിസിക്സ്. അതിനകത്ത് ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ്. അതിൻ്റെ കോർ അല്ലെങ്കിൽ അതിൻ്റെ സത്ത എന്ന് പറയുന്നത് ഡയമെൻഷൻസ് എന്ന് പറയുന്നതാണ്. പല കുട്ടികൾക്കും ഭയങ്കര പാടാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ 1 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് മാക്സിമം വെച്ചു നിങ്ങളുടെ ഡയമെൻഷൻസ് പഠിച്ചിരിക്കും. പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതേക്കണം. ഇനി മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട. മനസ്സിലായെന്ന് ഉറപ്പുണ്ടെങ്കിൽ കള്ളം പറയരുത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അന്നേരം ഡയമെൻഷൻസ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. വളരെ ഈസി ആയിട്ട് ഇന്നൊരു വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഡയമെൻഷൻസ് അടിപൊളിയായിട്ട് പഠിക്കും. 1-2 ഹോംവർക്ക് കൂടെ നിങ്ങൾക്ക് തരാം. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അല്ല എങ്ങനെയല്ലേ പറയാൻ പറ്റൂ, നിങ്ങൾ ചെയ്യുന്നത് ഞാൻ കാണുന്നില്ല. മാഷിനെ പറ്റിക്കരുത്. നമുക്ക് പരിപാടികൾ തുടങ്ങാം. മാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു വാക്കാണ്. ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആണ്. മരണമാസം, സൂപ്പർ മാസം ഒക്കെ ഉണ്ട്. മാസിന്റെ ഡയമെൻഷൻ M ആണ്, ക്യാപിറ്റൽ. ലെങ്ത് ഡയമെൻഷൻ ആയത് ലെറ്റർ L. ടൈം T. ഈ 3 ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് ഇതിനെ എല്ലാവരും ടീച്ചർമാരെല്ലാം ഓമന പേരിൽ MLT ഫോം എന്ന് പറയുന്നത്. MLT ഫോം. അന്നേരം മാസിന്റെ M ആണ്, ലെങ്തിന്റെ L, ടൈമിന്റെ T. ഇപ്പൊ 3 ഡയമെൻഷൻ ആയല്ലോ. 1, 2, 3 and 4. ടെമ്പറേച്ചറിന്റെ ഡയമെൻഷൻ, ടെമ്പറേച്ചറിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് കെൽവിൻ ആണ്. അതിന്റെ ആദ്യത്തെ ലെറ്റർ ആണ് K. 5 ഇലക്ട്രിക് കറണ്ട്. ഇതൊക്കെ സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അങ്ങ് പോകുന്നത്. ഇലക്ട്രിക് കറണ്ടിന്റെ ഇലക്ട്രിക് കറണ്ട് ഡിനോട്ട് ലെറ്റർ ആൻഡ് ഡയമെൻഷൻ ആണ് I. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആംബിയർ. ആംബിയറിന്റെ A, I അല്ലെങ്കിൽ A. 6 ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഞാൻ A എന്ന് കൊടുക്കുന്നു. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഡയമെൻഷൻ എന്താണ്? L. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ എന്താണ്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെയാണ് അല്ലേ? ബ്രെഡ്ത്ത് ആയാലും ഹൈറ്റ് ആയാലും ലെങ്ത് ആണ്. L ഇൻറ്റു L, L സ്ക്വയർ. ആണ്ടേ 1, 2, 3, 4, 5, 6 ഈസിയല്ലേ ഡയമെൻഷൻ. ഇനി അങ്ങോട്ട് പോകുന്നതോറും ഇതുപോലെ ഈസിയാണ്. പക്ഷെ എഴുതി പഠിച്ചങ്ങ് പോവുക. ഓക്കെ, അടുത്തതിലോട്ട് നമുക്ക് പോവാം. അടുത്ത 7ാമത്തെ ഡയമെൻഷൻ വോളിയം. എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു, ഞാൻ ഇക്വേഷൻ അങ്ങ് എഴുതാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നിങ്ങൾ എൻ്റെ കൈവശം നോക്കണ്ട, മനസ്സിലാന്ന് നോക്കണേ. ലെങ്തിന്റെ L, ബ്രെഡ്ത്തിന്റെയും L, ഹൈറ്റിന്റെയും L. L ഇൻറ്റു L ഇൻറ്റു L എല്ലാം ലെങ്ത് ആണ്. L3. സിമ്പിൾ അല്ലേ? അടുത്ത 8 സ്പീഡ്. 8th വൺ സ്പീഡ്. ഇക്വേഷൻ ആണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ്. ഡിസ്റ്റൻസ് L ബൈ ടൈമിന്റെ ക്യാപിറ്റൽ T. ഇപ്പൊ A ബൈ B എന്നാണെങ്കിൽ B⁻1 എന്നാ. അത് മുകളിൽ പോകുമ്പോൾ A B⁻−1 എന്ന് വരും. അന്നേരം L ബൈ T എന്ന് പറഞ്ഞാൽ T⁻1 ആ. മുകളിൽ പോയി കഴിഞ്ഞാൽ L T⁻−1. ഇതാണ് സ്പീഡിന്റെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാം. 9 വെലോസിറ്റി. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. L ബൈ ടൈമിന്റെ T എന്ന് പറഞ്ഞാൽ T⁻1. L T⁻1 മുകളിൽ പോകുമ്പോൾ T⁻−1. നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത സ്പീഡിനും വെലോസിറ്റിക്കും ഉണ്ടോ? സ്പീഡിന്റെ ഡയമെൻഷൻ L T⁻−1, വെലോസിറ്റിയുടെ ഡയമെൻഷൻ L T⁻−1 എന്ന് പറഞ്ഞാൽ 2 ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻ സെയിം ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പെയർ. പെയർ എന്ന് പറഞ്ഞാൽ ഒരേ ഡയമെൻഷൻ ഉള്ള ക്വാണ്ടിറ്റീസ്,
അന്നേരം കുറേ ക്വാണ്ടിറ്റീസ് വന്നിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാം ഇതിനകത്ത് ഏതാണ് പെയർ. അന്നേരം സ്പീഡും വെലോസിറ്റി എന്താണ്? പെയറാണ്. ക്ലിയർ ആയല്ലോ? പെയർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഒരേ ഡയമെൻഷനുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഡയമെൻഷനിലേക്ക്. അടുത്ത ഡയമെൻഷൻ നമ്മൾ 8 ചെയ്തു. 9 ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വെലോസിറ്റി ബൈ ടൈം. യഥാർത്ഥത്തില്ല, അത് തന്നെയാണ് വെലോസിറ്റി ബൈ ടൈം. അന്നേരം വെലോസിറ്റി ഡയമെൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വെലോസിറ്റിയുടെ എന്തുവാ? L(t⁻⁻1) ബൈ ടൈമിന്റെ ടി. ടി എന്ന് പറഞ്ഞാൽ t⁻1. അത് മൂളി പോകുമ്പം L(t⁻⁻1) ഇൻറ്റു t⁻1 മൂളി പോകുമ്പോൾ t⁻⁻1. ഇത് നമ്മൾ മാത്സിൽ പഠിക്കുന്നില്ലയോ? a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n. അങ്ങനെയാണെങ്കിൽ L(t⁻1) ഇൻറ്റു t⁻1 എന്ന് പറഞ്ഞാൽ t⁻2. ഇതാണ് ആക്സിലറേഷൻ. L(t⁻2) വളരെ ഇമ്പോർട്ടൻ്റ്, പലയിടത്തും നമുക്ക് വേണ്ടി വരും. അടുത്തത് ഫോഴ്സ്. വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒരുപാട് അടുത്ത് വരുന്നതാണ് ഫോഴ്സ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ സെക്കൻഡ് അനുസരിച്ച് F = ma. m എന്ന് പറഞ്ഞാൽ മാസ്, a എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. പറഞ്ഞല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ. F = മാസിന്റെ ഡയമെൻഷൻ m. ആക്സിലറേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് L(t⁻2). mL(t⁻2). 11. ഇനി 2-3 പറഞ്ഞ് നമുക്ക് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഡയമെൻഷൻ ചെയ്യാം. മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മാസിന്റെ ക്യാപിറ്റൽ M, വെലോസിറ്റിയുടെ L(t⁻1). mL(t⁻1). ഇവനെ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം. പിന്നീട് ഞാനൊരു വർക്ക് തരുമ്പം ഇതുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നിങ്ങൾ നോക്കിക്കോണം. മൊമെന്റം ഡയമെൻഷൻ എന്താണ്? mL(t⁻1). ഇനിയിപ്പം 11 ഒരു 4 ഞാൻ പറഞ്ഞുതരാം. 15 ഡയമെൻഷൻ. ഈ 15 ഡയമെൻഷൻ പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട, അത്യാവശ്യം നല്ല 99.9% ഈ ചാപ്റ്ററിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ പറ്റും. അന്നേരം 4 പെട്ടെന്ന് പഠിക്കാം. ഓക്കെ, മനസ്സിലായെങ്കിൽ മനസ്സിലായി നിങ്ങൾ കമന്റ് ഇടുക കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത 12th one, വർക്ക്. വർക്ക് നോക്കി. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഫോഴ്സിന്റെ ഡയമെൻഷൻ നമ്മളിപ്പം പഠിച്ചാൽ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. mL(t⁻2) ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് L. അന്നേരം W = m L ഇൻറ്റു L L² ഇതാണ് വർക്ക്. W = ഒന്നും എഴുതണമെന്നില്ല. വർക്കിന്റെ ഡയമെൻഷൻ mL² അടുത്തത് എനർജി. എനർജി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇറ്റ് ഈസ് ഈ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്നാണ്. ഇറ്റ് ഈസ് ഈ കപ്പാസിറ്റി ടു ഡു വർക്ക്. കാരണം എനർജി ഉണ്ടെങ്കിലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റൂ. വർക്ക് ഉണ്ടെങ്കിലേ നമുക്ക് എനർജി ഉള്ളൂ. അന്നേരം വർക്ക് ചെയ്താലേ നമുക്ക് എനർജി ഉള്ളൂ. അന്നേരം എനർജിയും വർക്കും സെയിം ആണ്. രണ്ടിന്റെ യൂണിറ്റ് എടുത്ത് നോക്കിയോ. എനർജിയുടെ യൂണിറ്റ് ജൂൾ ആണ്, വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. എനർജി എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? വർക്കിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ വർക്കിന്റെ അതേ ഡയമെൻഷൻ എഴുതിയാൽ മതി. mL²T⁻2. ഓക്കെ, ഇനി 14 ഒരെണ്ണോടെ ഞാൻ പറയാം. പ്രഷർ. ഫോഴ്സ്. വീണ്ടും ഫോഴ്സ് വന്നു. പുലിയാണ്. ബൈ ഏരിയ. ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്തുവാ? mL²T⁻2. സോറി, mL(t⁻2) ബൈ ഏരിയയുടെ L². L² ഒരു എല്ലും വെട്ടിപ്പോയി. ഇവിടെ ഒരു എല്ലുണ്ട്. അന്നേരം അത് മൂളി പോകുമ്പോൾ എന്ത് വരും? m L(1) മൂളി പോയ L(-1) T⁻2. ഇതാണ് പ്രഷർ. ഫോഴ്സ് ബൈ ഏരിയ. ഫോഴ്സിന്റെ mL(t⁻2) ബൈ ഏരിയയുടെ L². L² ഇവിടെ ഒരു എല്ലും വെട്ടിപ്പോയിട്ട് താഴെ ഒരു എൽ എന്ന് പറഞ്ഞാൽ L(1). അത് മൂളി പോകുമ്പോൾ L(-1) T⁻2. ഓക്കെ, അത് പ്രഷർ. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്, ഇത്രയും വരെ മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഡയമെൻഷൻ ഈസിയാണ്. 1-2 വട്ടം കണ്ടുപിടിച്ചോളുക. ഇമ്പൾസ്. ഇക്വേഷൻ ഞാനങ്ങ് പറഞ്ഞേക്കാം.
ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം. ഇത് നിങ്ങൾ ആൻസർ ആയിട്ട് ഇടുക. ഇതും വേറെ ഏതെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കുക. ഇവിടെ വർക്കും എനർജിയും തമ്മിലൊരു ബന്ധമുണ്ട്. വർക്കിന്റെ ഡയമെൻഷൻ ml²T⁻², എനർജിയുടെ ml²T⁻². ഒരേ ക്വാണ്ടിറ്റീസിന് സെയിം ഡയമെൻഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേര് പെയർ. നേരത്തെ സ്പീഡും വെലോസിറ്റിയും പെയർ ആണ്, വർക്കും എനർജിയും പെയർ ആണ്. ഇമ്പൾസിന് ആരെങ്കിലും പെയർ ഉണ്ടോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ. പിന്നെ അടുത്ത നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ് ഇക്വേഷൻ ഞാൻ തരാം. നിങ്ങൾ അതിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ നോക്കുക. Fr²/m1m2. മാഷ് എളുപ്പമുള്ളതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ തന്നൊന്നുമല്ല. എഫ് എന്ന് പറയുന്ന ഫോഴ്സ്, ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, എം എന്ന് പറയുന്ന മാസ് ഇൻറ്റു മാസ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തതിനു ശേഷം ജിക്കുള്ള ഉത്തരം കണ്ടുപിടിക്കുക. ഈ രണ്ടെണ്ണം ഹോംവർക്ക് ആയിട്ട് കിടക്കട്ടെ. അന്നേരം അടിപൊളിയായിട്ട് പഠിക്കുക, ഈസി ആയിട്ട് പഠിക്കുക. ഇത് പഠിച്ച ഡയമെൻഷൻസ് പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് എന്തും ആ ചാപ്റ്റർ ചെയ്യാൻ പറ്റും, വളരെ ഈസി ആയിട്ട്. അന്നേരം ബാക്കി കണ്ടിന്യൂസ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുക. എല്ലാം നിങ്ങളുടെ കമൻസ് ഇട്ടിരിക്കും. മാക്സിമം ഷെയർ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നെവർ എവർ ഗിവ് അപ്പ്.